കോഴിക്കോട് വടകരയിൽ ബിജെപിയിലെ വിമതന്മാർക്കെതിരെയുള്ള നടപടിക്ക് പിന്നാലെ കലഹം രൂക്ഷമാകുന്നു. അത് പരസ്യമായി തെരുവിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെ തെരുവിൽ പ്രതിഷേധമുയരുന്നത് നമ്മൾ കണ്ടതാണ്. നോക്കാം എന്താണ് അവിടെ ബിജെപിയിൽ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നതെന്ന്. ഒരുപക്ഷേ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കൂടുതൽ ശക്തമായ പൊട്ടിത്തെറികളിലേക്കും കലഹങ്ങളിലേക്കും ബിജെപി പോകാനുള്ള സാധ്യതയുണ്ട് എന്നും കേൾക്കുന്നു. മേഘ മാധവൻ കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുകയാണ്. കോഴിക്കോട്ടെ ബിജെപിയിലെ രാഷ്ട്രീയ കലഹത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി. നോക്കാം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. മേഘ, ഗുഡ് മോർണിംഗ്. നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെയാണ് ശക്തമായ പ്രതിഷേധം ഇന്നലെ തെരുവിൽ ബിജെപിയിൽ അരങ്ങേറുന്നത് നമ്മൾ കണ്ടത്. ഈ വിമതർ ആയി മത്സരിച്ചവർക്കെതിരെയൊക്കെ നടപടി സ്വീകരിച്ചതിന് ശേഷമാണ് ഈ പൊട്ടിത്തെറിയിലേക്ക് പരസ്യമായി കാര്യങ്ങൾ പോയത്. എന്താണ് കോഴിക്കോട് ബിജെപിയിൽ സംഭവിക്കുന്നത് മേഘ? മനു, പ്രഫുൽ കൃഷ്ണ കൊയിലാണ്ടി എൻഡിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. നോർത്ത് ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് ബിജെപിയുടെ. ഏതായാലും പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെയാണ് വലിയ വിമർശനം ഉയരുന്നത്. അതായത് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ വിമത പ്രശ്നം കാരണം ബിജെപിയിൽ 9 പേർക്കെതിരെ, അതായത് വടകരയിലും നാദാപുരത്തുമാണ് ബിജെപിയിൽ വിമത പ്രശ്നം പ്രധാനമായും ഉയർന്നു വന്നത്. ബിജെപിയുടെ എൻഡിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് പുറമെ ഈ വടകര മണ്ഡലത്തിലും നാദാപുരം മണ്ഡലത്തിലും വിമതർ മത്സരിച്ച സാഹചര്യമുണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് ഇവർ ഉൾപ്പെടെ 9 പേരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി പാർട്ടിയുടെ തീരുമാനം വരുന്നത്. അത് വലിയ പ്രശ്നങ്ങൾക്ക്, അതായത് കൂടുതൽ തെരുവിലേക്ക് പ്രശ്നങ്ങൾ എത്തുന്ന സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. നേതൃത്വം തന്നെ വെല്ലുവിളിച്ചാണ് ഇന്നലെ നിരവധി പേർ വടകരയിൽ പ്രകടനം നടത്തിയത്. അതിലേറ്റവും പ്രധാന വിമർശനം എന്നത് പ്രഫുൽ കൃഷ്ണയ്ക്ക് എതിരെ തന്നെയായിരുന്നു. അതായത് പ്രഫുൽ കൃഷ്ണ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തരത്തിൽ സാമ്പത്തിക തിരിമറി ഉണ്ടായി എന്ന ആരോപണമാണ് പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെ ഈ പ്രതിഷേധക്കാർ ഉന്നയിച്ചത്. ഇനിയും നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വരും കൂടുതൽ ദിവസങ്ങളിൽ കൂടുതൽ പേർ ബിജെപി വിടും എന്ന പ്രതികരണം ഉൾപ്പെടെ ഈ ഇന്നലെ നടത്തിയ വിമത പ്രതിഷേധത്തിനു പിന്നാലെ അവർ ഉന്നയിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് കൊയിലാണ്ടി മണ്ഡലത്തിലും വടകര മണ്ഡലത്തിലും കോൺഗ്രസിനു വേണ്ടി വോട്ട് മറിക്കാൻ പ്രഫുൽ കൃഷ്ണ ശ്രമിച്ചു എന്ന ആരോപണം ഉൾപ്പെടെ പല കോണുകളിൽ നിന്നായി ഇവർ ഉയർത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുൾപ്പെടെയുള്ള കച്ചവടം നടത്തിയെന്നാണ് പറയുന്നത്. അതായത് പ്രഫുൽ കൃഷ്ണയുടെ നേതൃത്വത്തിൽ വോട്ട് കച്ചവടം നടത്തിയെന്ന ആക്ഷേപം ബിജെപിക്ക് ഉള്ളിൽ തന്നെ ഉയരുകയാണോ? തീർച്ചയായും. അതായത് കൊയിലാണ്ടിയും വടകര മണ്ഡലത്തിലും ഈ പ്രഫുൽ കൃഷ്ണ കോൺഗ്രസിന് UDF വേണ്ടി വോട്ട് മറിച്ചു എന്ന ആരോപണം ഉൾപ്പെടെ പ്രവർത്തകർ ഉന്നയിക്കുന്നു. തെളിവ് സഹിതം അത് പുറത്തുവിടും. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ BJP വിട്ട് പുറത്തേക്ക് വരും എന്നതുൾപ്പെടെയാണ് വിമതർ ഉന്നയിക്കുന്നത്. അതിലേറ്റവും പ്രധാനം എന്നത് സാമ്പത്തിക തിരിമറി തന്നെയാണ്. പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തരത്തിൽ സാമ്പത്തിക തിരിമറി നടത്തി. അതിനൊപ്പം തന്നെ കൊയിലാണ്ടി, പയ്യോളി, വടകര, പേരാമ്പ്ര, നാദാപുരം, ഒഞ്ചിയം, കുറ്റ്യാടി മേഖലകളിലൊക്കെ തന്നെയും വലിയ പ്രതിഷേധമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ഇനിയും, അതായത് സംസ്ഥാന നേതൃത്വം ഇനിയും കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ കൂടുതൽ ആളുകൾ പാർട്ടി വിടും എന്ന ഭീഷണി പോലും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതായത് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ പ്രകടനം വടകരയിൽ നടക്കുന്നത്. അവിടെ BJP അനുകൂലിക്കുന്ന ആളുകളും പ്രതിഷേധിക്കുന്ന ആളുകളും തമ്മിൽ കയ്യാങ്കളി ഉണ്ടാകുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അതായത് ഈ പ്രതിഷേധക്കാർ പറയുന്നത് ഒട്ടനവധി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചാണ് ഇവർ അവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. എന്നിട്ട് പോലും അവരെ പരിഗണിക്കുന്നില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഏതായാലും BJPയുടെ കൊടി ഏന്തിക്കൊണ്ട് തന്നെയാണ് പരസ്യമായ നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഒരു കൂട്ടം ആളുകൾ തെരുവിലിറങ്ങിയത്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്നത് തീർച്ചയാണ് മനു. ശരി, ഓക്കെ, താങ്ക് യു മേഘ. മേഘയാണ് കോഴിക്കോട് നിന്ന് ഈ സമഗ്രമായ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. ഏതായാലും BJPയിൽ വലിയ പ്രതിസന്ധി കോഴിക്കോട് രൂപപ്പെടുന്നു. അവരുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെ പരസ്യമായ പ്രതിഷേധം, തെരുവിൽ കോലം കത്തിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ മേഘ നമ്മളോട് സംസാരിച്ചത്. കോൺഗ്രസിന് വേണ്ടി UDF വേണ്ടി വോട്ട് കച്ചവടം പ്രഫുൽ കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തി എന്ന ആക്ഷേപമാണ് അവിടെ BJPയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റായ പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെ വിമത വിഭാഗത്തിൽ നിൽക്കുന്നവർ ആക്ഷേപിക്കുന്നത്, ഉന്നയിക്കുന്നത്. അതൊരു പുതിയ ആരോപണമൊന്നുമല്ല. എക്കാലവും BJPയും കോൺഗ്രസും നേരിട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകച്ചവടത്തിന്റെ ഒരു ആക്ഷേപം പതിവായി അത് കാണുന്നതാണ്, കേൾക്കുന്നതാണ്. ഇപ്പോൾ മറ്റൊക്കെ നമ്മൾ കണ്ടതല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന്. അതിന്റെ മറ്റൊരു വേർഷൻ നടന്നു എന്നാണ് ഇപ്പോൾ അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്ന വിമത ശബ്ദങ്ങൾ പുറം ലോകത്തോട് പറയുന്നത്.